കേരളം തുടരും. NGO യൂണിയൻ കലാജാഥയ്ക്ക് തരൂർ കാവശ്ശേരിയിൽ സ്വീകരണം നൽകി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BS ബാലു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാരാജൻ, K സന്തോഷ് കുമാർ, KV ബാബു, വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S കൃഷ്ണനുണ്ണി വിശദീകരണം നടത്തി. ഇന്ന് നമുക്കുണ്ടായിട്ടുള്ള എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടായിട്ടുള്ള അഭിവൃദ്ധിയും പുരോഗമനവും കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ബദൽ നയങ്ങൾ, ഈ ബദൽ രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്ത് തുടരേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന 2016 മുമ്പ് 2011 മുതൽ 2016 വരെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ സമസ്ത മേഖലകളിലും ഏറ്റവും അടിസ്ഥാന ജനവിഭാഗമായ ക്ഷേമ പെൻഷൻ 600 രൂപ 18 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് മുന്നോട്ട് പോയത്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പറഞ്ഞത്, ഞാൻ എൻ്റെ ശമ്പളം 1-ാം തീയതി ഒപ്പിട്ട് വാങ്ങുകയാണെങ്കിൽ അതിനു മുന്നേ ഈ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്തിരിക്കും എന്നുള്ള വാഗ്ദാനം നൽകിയിരുന്നു. നോക്കുക, അങ്ങനെ മാധ്യമങ്ങളിലൂടെ ഈ രീതിയിലേക്ക് വാഗ്ദാനം നൽകുകയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാതെയായിരുന്നു അന്ന് ആ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ഇന്നത്തെ ആരോഗ്യ മേഖല നമുക്കറിയാം, വലിയ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ആശുപത്രിയിൽ പോയാൽ മരുന്നുണ്ടാവില്ല, ഡോക്ടർമാരുണ്ടാവില്ല, പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള നിലപാടുകളായിരുന്നു ആ ഗവൺമെന്റ് എടുത്തിരുന്നത്. നമ്മുടെ സർക്കാർ എത്ര പദ്ധതികളാ കൊണ്ടുവരുന്നത്. ഇനി ഇവയെല്ലാം തന്നെ ഇല്ലാത്തവർക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ഒരുക്കി തന്ന അവരും നൽകുന്ന ഏറ്റവും വലിയ ലൈഫ് മണ്ണാൻ കേട്ട എടി, ഈ ലൈഫ് കാരണമാണ് ഞങ്ങളുടെ ലൈഫ് പോയത്. രമേശ് ചേട്ടാ, നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് ലൈഫ് കൊണ്ട് ഒരു വീട് വെക്കുന്നോണ്ടേ രമേശ് ചേട്ടൻ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? 5 ലക്ഷം വീടൊന്നും അവരുണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇല്ല, ലൈഫ് ഞങ്ങൾ പൊളിച്ചടുക്കും. എല്ലാം പൊളിച്ചെടുക്കലാണല്ലോ നിങ്ങളുടെ പരിപാടി. അംബികെ, നിന്റെ വർത്തമാനത്തിന് കൂടുന്നുണ്ട്. നീ എന്റെ ഭാര്യയാണെന്നുള്ള ഓർമ്മ വേണം നിനക്ക്. നന്ദി, ഓർമ്മിപ്പിച്ചതിന് നന്ദി. UTV ന്യൂസ്, പാലക്കാട്.